2026 കേരളം ആര് ഭരിക്കും? LDF തുടരുമോ അതോ UDF വരുമോ? നമുക്ക് ഇപ്പോഴത്തെ ഭരണകക്ഷിയായ LDF-നെ പറ്റി സംസാരിക്കാം. അവരുടെ ലക്ഷ്യം സിമ്പിളാണ്, ഒരു മൂന്നാം തുടർഭരണം. അതിനായി വികസനം തന്നെയാണ് അവരുടെ തുറുപ്പുചീട്ട്. പക്ഷെ ഒരു ചോദ്യമുണ്ട്, 10 വർഷത്തെ ഭരണവിരുദ്ധ വികാരം അവർക്ക് മറികടക്കാൻ പറ്റുമോ? ഇനി അവരുടെ പ്രധാന എതിരാളി, ഒരു തിരിച്ചുവരവ് ലക്ഷ്യമിടുന്ന UDF. സർക്കാർ വിരുദ്ധ വികാരം മുതലെടുക്കാൻ അവർ ശരിക്കും തയ്യാറെടുത്തിട്ടുണ്ട്. പ്രചാരണമൊക്കെ സജീവമാണ്. പക്ഷേ ഈ ആരോപണങ്ങളൊക്കെ വോട്ടാക്കി മാറ്റാൻ അവർക്ക് കഴിയുമോ? അതാണ് നിർണായകം. ഇവിടെയാണ് കളി മാറുന്നത്. കാരണം ചിത്രത്തിലേക്ക് മൂന്നാമതൊരാൾ വരുന്നുണ്ട്, NDA. അവരെ ഇനി ഒരു ചെറിയ കളിക്കാരനായി കാണാൻ പറ്റില്ല. ഇനി പാർട്ടികളെ മാറ്റി നിർത്താം. വോട്ടിനെ സ്വാധീനിക്കുന്ന ചില പ്രധാന വിഷയങ്ങൾ നോക്കാം. ഒന്നാമത്തേത് ഈ വന്യജീവി ആക്രമണം തന്നെ. ഇത് പലയിടത്തും വലിയൊരു പ്രശ്നമാണ്. അതുപോലെ തന്നെ പട്ടയം, ബഫർ സോൺ പോലുള്ള ഭൂമി പ്രശ്നങ്ങളും തിരഞ്ഞെടുപ്പിൽ ചർച്ചയാവും. പിന്നെ ശബരിമല വിഷയം, അതും ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് വീണ്ടും സജീവമാകാൻ സാധ്യതയുണ്ട്. ഇനി ചോദ്യം നിങ്ങളോടാണ്. ഈ വികസനമൊക്കെ തുടരാൻ LDF-ന് ഒരു അവസരം കൂടി കൊടുക്കണോ? അതോ ഒരു മാറ്റം വേണോ? ഭരണം UDF-ന് കൈമാറാനുള്ള സമയമായോ? അതിനിടയിൽ BJP-യുടെ ഈ വളർച്ച അത് തിരഞ്ഞെടുപ്പ് ഫലത്തെ എങ്ങനെ ബാധിക്കും? അപ്പോൾ നിങ്ങളുടെ പ്രവചനം എന്താണ്? 2026 കേരളത്തിൽ ആര് ഭരിക്കും?